ഹോമോസെക്ഷുവാലിറ്റി ഒരു രോഗമായിട്ട് കണ്ടിരുന്ന കാലത്ത് അതിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ചില ചികിത്സാ രീതികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മലയാളി സ്വവർഗാനുരാഗിയായിട്ടുള്ള കിഷോർ കുമാറിന്റെ 2 പുരുഷന്മാർ ചുംബിക്കുമ്പോൾ എന്ന ആത്മകഥയിൽ ഇങ്ങനത്തെ കുറച്ച് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തേതാണ് അവർഷൻ തെറാപ്പി. ഇതൊരു ബിഹേവിയറൽ തെറാപ്പിയാണ്. അതായത് ഒരു സ്വവർഗാനുരാഗിക്ക് ലൈംഗിക ഉദ്ധാരണം തോന്നുന്ന രീതിയിലുള്ള ഫോട്ടോസോ വീഡിയോസോ അയാളെ കാണിക്കുന്നു. എന്നിട്ട് അയാളുടെ ലൈംഗിക ഉദ്ധാരണം സംഭവിക്കുന്ന സമയത്ത് അയാളുടെ അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന ഇലക്ട്രിക് ഷോക്ക് അനുഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ ദുർഗന്ധമുള്ള അമോണിയ പോലെയുള്ള വാതകങ്ങൾ അയാളെ മണപ്പിക്കുകയോ ചെയ്യുന്നു. ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗ ലൈംഗികതയോട് താൽക്കാലികമായിട്ട് ഒരു വിരക്തി അനുഭവപ്പെടുന്നു. എന്നാൽ താൽക്കാലികമായിട്ട് ലൈംഗിക താല്പര്യത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ലാതെ ഇത് ഹോമോസെക്ഷുവാലിറ്റിയെ ഇല്ലാതാക്കുകയോ ഹെട്രോസെക്ഷുവാലിറ്റിയെ സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല. രണ്ടാമത്തേതാണ് മാസ്റ്റർബേറ്ററി റീകണ്ടീഷനിങ് അഥവാ ഓർഗാസ്മിക് റീകണ്ടീഷനിങ്. ഇതൊരു വ്യക്തിയുടെ മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോഴുള്ള അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോഴുള്ള ഫാന്റസികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇത് തീമാറ്റിക് ഷിഫ്റ്റ്, ഫാന്റസി ആൾട്ടർനേഷൻ, ഡയറക്റ്റഡ് മാസ്റ്റർബേഷൻ അങ്ങനെ പല ടൈപ്പിലുണ്ട്. ഇത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള പുരുഷനിലാണ് ചെയ്യുന്നതെങ്കിൽ അയാളോട് മറ്റൊരു പുരുഷനുമായിട്ടുള്ള ഫാന്റസികൾ സങ്കല്പിച്ച് സ്വയംഭോഗം ചെയ്യാൻ ആവശ്യപ്പെടും. അയാളുടെ ലിംഗോദ്ധാരണം നടന്ന് രതിമൂർച്ചയോട് അടുക്കുന്ന സമയത്ത് ഈ ഫാന്റസികളെ സ്ത്രീ ഫാന്റസികളായി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ചുരുക്കി പറഞ്ഞാൽ പുരുഷന്റെ മനസ്സ് വിചാരിച്ച് ലൈംഗികോദ്ധാരണം ഉണ്ടാക്കി സ്ത്രീയെ യാന്ത്രികമായി ഭോഗിക്കാൻ പഠിപ്പിക്കുക, ഒരു കൃത്രിമമായ ലൈംഗിക വീഴ്ച. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പ്രയാസമാണെന്നുള്ളത് മാത്രമല്ല പാർട്ട്ണറുമായിട്ടുള്ള വൈകാരിക ബന്ധത്തിനൊന്നും യാതൊരു വിലയുമില്ല. മൂന്നാമത്തേതാണ് ഹോർമോൺ തെറാപ്പി. പേര് പോലെ തന്നെ ശരീരത്തിലേക്ക് ഹോർമോണുകൾ ഇഞ്ചക്ട് ചെയ്യുക. ഈ ഹോർമോണുകൾ ഇഞ്ചക്ട് ചെയ്യുന്നത് കൊണ്ട് ബാഹ്യമായിട്ടുള്ള ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ശബ്ദത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നല്ലാതെ അത് ഹോമോസെക്ഷുവാലിറ്റിയെ മാറ്റിയെടുക്കുന്നില്ല. മാത്രമല്ല ഇത് ആക്ച്വലി ലൈംഗിക ആസക്തിയെ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അകാലമായിട്ടുള്ള കഷണ്ടി പോലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുക എന്നിവയിലേക്കൊക്കെ നീങ്ങുകയും ചെയ്യുന്നു. അടുത്തതാണ് ഉദ്ധാരണ ബലഹീനതയ്ക്കുള്ള തെറാപ്പി. ഇത് പുരുഷന്മാരിലാണ് ചെയ്യുന്നത്. സ്ത്രീകളോടുള്ള താല്പര്യമില്ലായ്മ ഉദ്ധാരണ ബലഹീനതയാണ് എന്നുള്ള ധാരണയാണ് ഇതിന് കാരണം. ലൈംഗികോദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഹോർമോണുകളും ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റാണിത്. എന്നാൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള പുരുഷൻ മറ്റൊരു പുരുഷനുമായി സെക്സ് ചെയ്യുമ്പോൾ ലൈംഗികോദ്ധാരണത്തിന് ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ പലരും മറന്നുപോകുന്നു. ഇത്തരത്തിൽ അശാസ്ത്രീയവും ക്രൂരവുമായിട്ടുള്ള സോ കോൾഡ് ട്രീറ്റ്മെന്റുകൾ പല വികസിത രാജ്യങ്ങളും ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും പല മെഡിക്കൽ സ്ഥാപനങ്ങൾ ഇത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വീർ പേഴ്സണാലിറ്റി ഒരു രോഗമല്ല, പക്ഷെ ക്വീർ ഫോബിയ ഒരു രോഗമാണ്.